ഹായ്. അപ്പോൾ ഇന്ന് വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 മധുരക്കിഴങ്ങും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ ഫുഡ് കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും മധുരക്കിഴങ്ങും കൂടെ ഒരുമിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കൂടെ മീൻകറിയും കൂടെ ഉണ്ടാക്കുകയാണ്. രാവിലെ വെച്ച ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ രാത്രിയിലും കഴിക്കാൻ. ഇന്നിപ്പോൾ ചോറ് വെച്ചത് കുറവായതുകൊണ്ടാണ് കുറച്ച് കപ്പ വേവിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഞാൻ മീനും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മത്തിയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിലൊരു അയല ഉണ്ടായിരുന്നു. നല്ല പഞ്ഞിയുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലയിൽ തന്നെ പഞ്ഞിയും കുഴച്ചിട്ടിട്ട് അത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കപ്പ വേവിച്ച് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനൊന്ന് കറി വെച്ചെടുക്കുക. ഇനിയിപ്പോൾ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ കുന്നുകൂടിയിരിക്കുന്ന പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. വൈകുന്നേരം ചായ കുടിച്ച മുതലുള്ള പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാട്ടോ വീട്ടിലെത്തുക. അപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കഴുകിയെടുക്കുക ചെയ്യുക. അപ്പോൾ ഇതാ രാത്രിക്കത്തെ ഫുഡാണ് കേട്ടോ കാണിക്കുന്നത്. ചോറ് രാവിലെ വെച്ച കുറച്ച് ചോറുണ്ട്, മീൻകറി ഉണ്ട്, കപ്പ ഉണ്ട്, രാവിലത്തെ ഉപ്പേരി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.